നമ്മുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ലൈസൻസ് ഇല്ലാതെ, അതായത് പുക ടെസ്റ്റ് ചെയ്യാതെ 19 ദിവസം കൊണ്ട് തിരുവനന്തപുരം നഗരത്തിന്റെ ഭാഗങ്ങളിൽ ഇത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ AI ക്യാമറകളൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നു. ഈ ക്യാമറയിലൊക്കെ ഇത് പതിക്കില്ലേ? ഇവിടെ നിരവധി ട്രാഫിക് പോലീസ് ഉണ്ടല്ലോ, പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ലേ? എന്റെ ചോദ്യമാകുന്നതല്ല, എന്റെ ചോദ്യം എന്ന് പറയുന്നത് മേയർ തന്നെ നിയമം ലംഘിച്ചിരിക്കുന്നു. ശ്രീ കരമന അജിത്ത്, കഴിഞ്ഞ മാസം മുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തയുള്ള ഒരു താരമാണ് ഓപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ. ഇന്നലെ മലയാള വാർത്ത പുറത്തുവിട്ടു, താങ്കൾ ശ്രദ്ധയിൽപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വാർത്ത ഇതായിരുന്നു: മേയർ അന്ന് ഓട്ടിച്ച വണ്ടിക്ക് പൊല്യൂഷൻ ഇല്ല, അതായത് ഏപ്രിൽ 10 മുതൽ പൊല്യൂഷൻ ഇല്ലാതെ ഈ വണ്ടി ഓട്ടിച്ചത്. ഈ തിരുവനന്തപുരം സിറ്റിയിൽ ഒരുപാട് AI ക്യാമറ വെച്ചിട്ടുണ്ട്, കോടിയിൽ മുടക്കിയിട്ടുണ്ട്. ഈ AI ക്യാമറയിലൊന്നും ഈ കാർ പതിഞ്ഞിട്ടില്ലേ? പൊല്യൂഷനുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഞാൻ മലയാളി വാർത്തയിലാണ് ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. തീർച്ചയായിട്ടും നമ്മുടെ തിരുവനന്തപുരം നഗരസഭയുടെ കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് 2023-24 ബഡ്ജറ്റിൽ വ്യക്തമായി പറയുന്നുണ്ട്, നോ കാർബൺ, അതായത് നമ്മുടെ പുകയൊന്നും ഇല്ലാത്ത ഒരു നഗരത്തെ സൃഷ്ടിക്കുക എന്നുള്ള കാരണത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തിരുവനന്തപുരം നഗരസഭയിൽ എല്ലാ വാഹനങ്ങളും, അതായത് പുതിയതായി നഗരസഭ എടുക്കുന്ന വാഹനങ്ങളൊക്കെ ഇലക്ട്രിക് വാഹനങ്ങൾ ആക്കുവാനുള്ള നീക്കം നടക്കുന്നുണ്ട്. അതായത് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലൊക്കെയുള്ള ഒരു സംവിധാനം തിരുവനന്തപുരം നഗരസഭ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നമ്മുടെ ബഡ്ജറ്റിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. നോക്കണേ, കഴിഞ്ഞ ഏപ്രിൽ 19 മേയറിന്റെ വണ്ടിയിൽ തന്നെ പുക ടെസ്റ്റ് നടത്തിയില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊരു വിരോധാഭാസമായ ഒരു സംഭവം. 2022 വാഗ്നർ കാറാണ് എടുത്തത്. അതും മേയറുടെ പേരില്, മേയറുടെ അച്ഛന്റെ പേരിലാണ് വണ്ടി എടുത്തിരിക്കുന്നത്. ആ വണ്ടി അച്ഛന്റെ പേരിലെടുത്ത വണ്ടിയാണ്. അപ്പൊ കുടുംബക്കാർ ഉപയോഗിക്കുന്ന വണ്ടിക്കും പൊല്യൂഷൻ ഇല്ലെന്നാണോ? തീർച്ചയായിട്ടും മേയർ ആ വണ്ടിയിൽ സഞ്ചരിച്ചിട്ടുണ്ട് എന്നുള്ളതാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. മേയർ ആ വണ്ടിയിൽ സഞ്ചരിച്ചിട്ടുണ്ട്. മേയറെ സംബന്ധിച്ചിടത്തോളം ആ മറ്റേ വാഹനം തടയാനും എടുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ നമ്മുടെ ഇതുണ്ടല്ലോ, സിബ്ര ലൈൻ ക്രോസ് ചെയ്ത് വണ്ടി ക്രോസ് ചെയ്തും എല്ലാം വാഹനം. ഇത് ആരുടെ പേരിലാണ് എന്നുള്ളതല്ല ഇവിടുത്തെ ചോദ്യം. ഇവിടെ സാധാരണപ്പെട്ട ഒരു യുവാവ് ഒരു ബൈക്കിൽ ഇതുപോലെ പുക ടെസ്റ്റ് ചെയ്യാത്ത പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാൻ പോകുന്നത്? എന്താ ചെയ്യുന്നത്? നിയമ നടപടികൾ ചെയ്യും. മേയർ പെറ്റിയെടുത്ത് വണ്ടിയെ ചെറുത്ത് നിർത്തി, അതായത് ഇപ്പോഴത്തെ സംവിധാനം എന്ന് പറയുന്നത് ഒന്ന് ചെക്കൊന്നും ചെയ്യേണ്ട, അവരെ നമ്പർ അടിക്കുമ്പോൾ തന്നെ അതിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതിനെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. അവർ ദൂരെ വരുമ്പോൾ തന്നെ വണ്ടി നമ്പർ നോക്കിയിട്ട് കൃത്യമായിട്ട് അത് പരിശോധിച്ച് ആ വണ്ടിയെ ചെറുത്ത് നിർത്തി അവർ പെറ്റിയടിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട്. മേയർ ഈ ഏകദേശം 19 ദിവസം കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ലൈസൻസ് ഇല്ലാതെ, അതായത് പുക ടെസ്റ്റ് ചെയ്യാതെ 19 ദിവസം കൊണ്ട് തിരുവനന്തപുരം നഗരത്തിന്റെ ഭാഗങ്ങളിൽ ഇത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ AI ക്യാമറകളൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നു. ഈ ക്യാമറയിലൊക്കെ ഇത് പതിക്കില്ലേ? ഇവിടെ നിരവധി ട്രാഫിക് പോലീസ് ഉണ്ടല്ലോ, പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ലേ? എന്റെ ചോദ്യമാകുന്നതല്ല, എന്റെ ചോദ്യം എന്ന് പറയുന്നത് മേയർ തന്നെ നിയമം ലംഘിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും മേയർ നിരവധി പ്രാവശ്യമാണ് നിയമം ലംഘിച്ചുകൊണ്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവർ സഞ്ചരിച്ച വാഹനത്തിൽ തന്നെ നമ്മൾ മേയർ എന്നുള്ള തരത്തിൽ അവർ സഞ്ചരിക്കുമ്പോൾ അച്ഛന്റെ പേരിലാണ്, ഇത് അച്ഛന്റെ പേരിലാണോ, ഇത് ആരാണ് പണം മുടക്കിയത് എന്നതിനെ കുറിച്ചൊക്കെ വേറെ രണ്ടാമത്തെ വിഷയമാണ്. അതിനൊന്നും ഞാൻ കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ മേയർ സഞ്ചരിക്കുന്ന സമയത്ത് ഈ വണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഇൻഷുറൻസ് കറക്റ്റാണോ, അതിൽ യഥാസമയം പുക ടെസ്റ്റ് നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ ഒരു ഉത്തരവാദിത്ത ബോധമുള്ള ഒരു സീറ്റിലിരിക്കുന്ന ഒരാളല്ലേ നമ്മുടെ മേയർ. മേയർ ശ്രദ്ധിക്കണ്ടേ? തീർച്ചയായിട്ടും അച്ഛന്റെ പേരിലോ ഭാര്യ അനിയന്റെ പേരിലോ എന്നൊക്കെ കൊണ്ടുവച്ചതിന് ശേഷം തടിയൂരുന്നത് ശരിയല്ല. തീർച്ചയായിട്ടും ഇതൊക്കെ പരിശോധിക്കണം. അതെല്ലാം ഒരു മാതൃകയാകേണ്ട ഒരാളാണ് നമ്മുടെ തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് എല്ലാ നഗരങ്ങളുടെയും മാതൃകാ പുരുഷനാണ് അധ്യക്ഷൻ എന്ന് പറയുന്നത്. മേയറും ഇവിടുത്തെ തിരുവനന്തപുരം നഗരത്തിലെ ആരാധനായ മേയറും നമ്മൾ എപ്പോഴും അഭിസംബോധന ചെയ്യുന്നതാണ്. അവരൊരു മാതൃകയാകേണ്ട ആളാണ്. മാതൃകയാകേണ്ട ആൾ സഞ്ചരിച്ച വാഹനത്തിൽ തന്നെ നിയമലംഘനം നടത്തിയിരിക്കുന്നു. അത് ആലോചിച്ച് നോക്കൂ. അത് എന്ത് ഗുരുതരമായ കാര്യമാണെന്ന് അവരവിടെ ശ്രദ്ധിക്കണമായിരുന്നു. തീർച്ചയായിട്ടും അത് പരിശോധിക്കണമായിരുന്നു. പരിശോധിക്കാതെ ഇതൊന്നും എന്റെ പേരിലുള്ളതല്ല, എന്റെ അച്ഛന്റെ പേരിലുള്ളതാണ്, എന്റെ അനിയന്റെ പേരിലുള്ളതാണ്, അല്ലെങ്കിൽ എന്റെ സഹോദരന്റെ പേരിലുള്ളതാണ്, എനിക്കിതിലൊന്നും ബാധകമല്ല, പിന്നെ ഞാൻ ആ വണ്ടി സഞ്ചരിച്ചു എന്നുള്ളതാണ്. അതാണ് അവരുടെ വാദമായിരിക്കാം. എന്തോ ഞാൻ ആ വാദം അവരിതിനെ കുറിച്ച് എന്ത് പ്രതികരിച്ചു എന്ന് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ ഇനിയിപ്പോ പറയാൻ പോകുന്നത് അതാണ്. ഇതിനൊരു ക്യാപ്സ്യൂൾ ഇറക്കുമല്ലോ. എല്ലാ കാര്യത്തിനും ഒരു ക്യാപ്സ്യൂൾ ഉണ്ട് അവർക്ക്. അവരെ സംബന്ധിച്ചിടത്തോളം CPM-നെ സംബന്ധിച്ചിടത്തോളം ഇതിനും ഒരു ക്യാപ്സ്യൂൾ അടിയന്തരമായി നമുക്ക് പ്രതീക്ഷിക്കാം.